ചാലിശ്ശേരിയുടെ മീൻ വ്യാപാര രംഗത്ത് കുഞ്ഞുപുക്കയുടെ മീൻ വിൽപ്പനയ്ക്ക് 66 വർഷത്തിന്റെ പാരമ്പര്യം അപൂർവ കാഴ്ചയാകുന്നു. ആതുര സേവന രംഗത്ത് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഗെറ്റ് വെൽ ക്ലിനിക് ആൻഡ് ഡേ കെയർ, സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. ഗെറ്റ് വെൽ ക്ലിനിക് ആൻഡ് ഡേ കെയർ, പിലായ്ക്കൽ പള്ളിക്ക് എതിർവശം, നടുവട്ടം, എടപ്പാൾ. ചാലിശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ വിശ്വസ്തനായ മീൻ വ്യാപാരിയായി പ്രായത്തെ വെല്ലുവിളിച്ച് മീൻ വിൽപ്പന തൊഴിൽ തുടരുകയാണ് ഒറ്റപ്പിലാവ് അമ്പലത്ത് വീട്ടിൽ കോയക്ക പാത്തുണ്ണി ദമ്പതിമാരുടെ മൂത്ത മകനായ കുഞ്ഞുപ്പ. പെരുമ്പിലാവ് അറയ്ക്കൽ LP സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. തുടർന്ന് പിതാവിന്റെ പാത പിന്തുടർന്ന് 10ാം വയസ്സിൽ മീൻ വിൽപ്പനയ്ക്ക് ഇറങ്ങി. തലയിൽ മീൻകൊട്ടയേന്തി ചാലിശ്ശേരിയിലേക്ക് കാൽനടയായി എത്തി വീടുകൾ കയറിയിറങ്ങിയായിരുന്നു തുടക്കം. ഉണക്കമീനും പച്ചമീനും നിറച്ച കൊട്ടയിലെ ഐസ് വെള്ളം തലയിൽ വീഴാതിരിക്കാൻ കോട്ടൺ തുണി കെട്ടിയാണ് കിലോമീറ്ററുകൾ നടന്നിരുന്നത്. പുലർച്ചെ ചൂട്ട് കത്തിച്ച വെളിച്ചത്തിൽ നടന്ന് ചാലിശ്ശേരി മീൻ മാർക്കറ്റിലെത്തിയിരുന്നു. അക്കാലങ്ങളിൽ കടവല്ലൂർ, ആലങ്കോട്, നന്നമുക്ക്, കപ്പൂർ, നാഗലശ്ശേരി തുടങ്ങിയ സ്ഥലത്ത് നിന്ന് മീൻ വാങ്ങാൻ ആളുകൾ എത്തിയിരുന്നത് ചാലിശ്ശേരിയിലെ മീൻ മാർക്കറ്റിലായിരുന്നുവെന്ന് കുഞ്ഞുപുക്ക പറഞ്ഞു. 21ാം വയസ്സിൽ സൈക്കിൾ സ്വന്തമാക്കിയതോടെ കുന്നംകുളം, പൊന്നാനി, കൊടുങ്ങല്ലൂർ, ചേറ്റുവ വരെ സൈക്കിൾ ചവിട്ടി മീൻ വാങ്ങിയാണ് ചാലിശ്ശേരിയിലും സമീപ പ്രദേശങ്ങളിലും വിതരണം ചെയ്തിരുന്നത്. സൈക്കിളിൽ വീടുകളിൽ എത്താൻ നേരം വൈകുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ പകരം ഇരുചക്ര വാഹനമാക്കി ഇപ്പോൾ 5 വർഷമായി TVS സ്കൂട്ടറിലാണ് യാത്ര. മഴയോ വെയിലോ നോക്കാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചാലിശ്ശേരിയിലെത്തുന്ന കുഞ്ഞുപുക്കയെ നാട്ടുകാർ ഒരു സാധാരണ മീൻ വ്യാപാരിയായല്ല, കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം പുഞ്ചിരിയോടെ നേരിട്ട കുഞ്ഞുപുക്കയുടെ ജീവിതം കഠിനാധ്വാനത്തിന്റെയും വിശ്വാസ്യതയുടെയും ആത്മവിശ്വാസത്തിന്റെയും മാതൃകയാണ്. തൊഴിലെന്നാൽ ആത്മാർത്ഥതയും ഉപഭോക്താവിനോടുള്ള വിശ്വാസവുമാണ് എന്ന സന്ദേശമാണ് യുവതലമുറയ്ക്ക് നൽകുന്നത്. ആദ്യകാലങ്ങളിൽ ചാലിശ്ശേരിയിലെ പടിഞ്ഞാറേ പള്ളി പെരുന്നാൾ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മീൻ വിൽപ്പന നടക്കാറുള്ളതെന്നും അവയാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യാപാര ദിനങ്ങളെന്നും കുഞ്ഞുപുക്ക പറഞ്ഞു. നിലവിൽ ട്രോളിംഗ് നിരോധനം തുടരുന്നതിനാൽ മീൻ ലഭ്യത കുറവാണെങ്കിലും ജൂലൈ 31-ന് നിരോധനം അവസാനിക്കുന്നതോടെ വിൽപ്പന കൂടുതൽ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. തൃശൂർ ജില്ലയിലെ ഒറ്റപ്പിലാവിൽ താമസിക്കുന്ന കുഞ്ഞുപുക്കയുടെ കച്ചവടത്തിന്റെ പ്രധാന കേന്ദ്രം ഇന്നും ചാലിശ്ശേരി തന്നെയാണ്. 6.5 പതിറ്റാണ്ടിലേറെയായി ഒരു നാടിന്റെ വിശ്വാസം നേടിയെടുത്ത ഈ മീൻ വ്യാപാരി കാലം മാറിയിട്ടും തൊഴിൽ മൂല്യങ്ങളും മനുഷ്യബന്ധങ്ങളും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആരോടും പരിഭവമില്ലാതെ പുഞ്ചിരിച്ച് തന്റെ യാത്ര തുടരുകയാണ്. അന്ന് വേറെ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു ഇതുപോലെ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു? എല്ലാവരും വരിക അന്ന് ഈ ചുറ്റുപാടിൽ നിന്നുള്ള എല്ലാവരും വരും. ചങ്ങരകുളത്തൊക്കെ മീൻ പഠിക്കുന്നത്, ചങ്ങരകുളത്തൊക്കെ മീൻ പഠിക്കാൻ അന്ന് ലോഡില്ലല്ലോ. പറഞ്ഞ ഉരുളക്കാരല്ല അത് ബസ്സൊക്കെ അന്നത്തെ കാലത്ത് ബസ്സൊന്നുമില്ലല്ലോ, ഒരു ബസ്സില്ല. രാധാകൃഷ്ണ വണ്ടി കേട്ടോ, ഒന്നോളം വരെ ഇവിടെ ചാച്ചിൽ വരെ. രാധാകൃഷ്ണ